അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എപ്പോഴും മുസ്ലിം ലീഗിനെതിരാണ് എന്ന രീതിയിൽ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷെ അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ്. ശ്രീ സി കെ ഷാക്കിർ, പൊതുവെ പറയുമ്പോൾ ഇപ്പോൾ UDF-ന് ഐശ്വര്യമാവുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. നിങ്ങളും സന്തോഷിക്കുകയാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇപ്പോഴത്തെ ഈ പരാമർശങ്ങളിലും അതിനോട് CPM എടുക്കുന്ന നിലപാടുകളിലും. അല്ല, നമുക്ക് സന്തോഷമല്ല. നമുക്ക് യഥാർത്ഥത്തിൽ കേരളീയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ വോട്ടിൻ്റെ ഒരു കണക്കെടുത്താൽ, ഇവിടെ തൊട്ടു മുമ്പ് ശ്രീ ഗോപകുമാർ സംസാരിച്ചതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി 17% വോട്ടുണ്ടായിരുന്ന BJP 14% താഴ്ന്നതാണ്. CPM-നും വലിയ രീതിയിൽ വോട്ട് നഷ്ടമുണ്ടായി. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള വിഷവാചകങ്ങളെക്കുറിച്ച് അത് മലയാളികൾ വിലയിരുത്തിയത്, ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യാപനങ്ങൾ ഉപദേശങ്ങൾ പരിപാലിക്കേണ്ട ഒരു സംഘടന തലപ്പത്തിരുന്ന് കള്ള് കുടിക്കരുത്, വിൽക്കരുത്, പിന്നെ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്ദേശം നൽകിയ ഒരു മഹാനായ മനുഷ്യൻ്റെ പേരിലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് 16 ജില്ലകളിലും അബ്കാരി ലൈസൻസ് നേടി കള്ള് കച്ചവടം നടത്തുന്ന ഒരു ബാർ ലൈസൻസ് ഉള്ള ഒരു കള്ള് കച്ചവടക്കാരൻ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം SNDP എന്ന സംഘടന ലക്ഷ്യം വളരെ മഹത്തരമാണ്. ആ സംഘടന ലക്ഷ്യം ജാതി വിവേചനങ്ങൾക്കെതിരാണ്, സാമുദായിക സമത്വത്തിന് വേണ്ടിയാണ്, ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. സത്യത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് SNDP. ആ SNDP-യുടെ തലപ്പത്ത് ഇദ്ദേഹം 1997-ൽ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹം NSS-ൻ്റെ സുകുമാരൻ നായരെക്കുറിച്ച് പറഞ്ഞ വാചകം നമുക്കറിയാം. അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പാഠശാലയിലേക്ക് വരുന്നത്. നമ്മൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ അറിയുന്നത്. നിരന്തരമായി സുകുമാരൻ നായരെ തെറി പറയുന്നു. ഒരു കാലത്ത് ഇപ്പോൾ NSS-ൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പിന്നെ അദ്ദേഹത്തെയും തെറി പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് മാറ്റി പറയുന്നുണ്ടെങ്കിലും ഒരു സമുദായത്തെ ഒരു കാര്യവുമില്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി പിന്നെ എന്താ പറയുക, ആ രീതിയിൽ അധിക്ഷേപം നടത്തുകയാണ്. ആ അധിക്ഷേപത്തിൻ്റെ ശിക്ഷയാണ് കേരളത്തിലെ മുസ്ലിംകളല്ലാത്ത ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ വോട്ടർമാരും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തുള്ള ക്യാപ്ഷൻ ഇപ്പോൾ മുഖ്യമന്ത്രി അതുപോലെ തന്നെ MP ഗോവിന്ദനും പറയുന്ന കാര്യം, മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് മാത്രമേ വെള്ളാപ്പള്ളി നടേശന് CPM-ന്റെ പിന്തുണയുള്ളൂ എന്നാണ്. MA ബേബി ഇക്കാര്യം പറയുകയുണ്ടായി. എന്ന് വെച്ച് അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്നല്ല. ഈ വിഷയത്തിൽ തന്നെ, ഈ മലപ്പുറം വിഷയത്തിൽ തന്നെ അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്, ഞാൻ മുസ്ലിം ലീഗിനെ പറ്റിയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അതിൽ ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒന്നുമില്ല. ഇപ്പൊ ലീഗിനെ പറഞ്ഞു, ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അപ്പോൾ ലീഗിനെ പറഞ്ഞതിന് കുഴപ്പമില്ല. ആ കാര്യത്തിലാണ് ഇപ്പോൾ CPM ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അല്ല മനുഷ്യ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വിമർശനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിമർശനമാണോ? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മലയാളത്തിലാണല്ലോ. അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പറഞ്ഞോ? മലപ്പുറം ജില്ലയിൽ അതായത് പത്തനംതിട്ട ജില്ലയിൽ ജീവിക്കുന്ന, ഇടുക്കി ജില്ലയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കാൾ, മൊത്തം മനുഷ്യരെക്കാൾ ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മതവിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടോ? ഇപ്പം ഈഴവ ജനവിഭാഗത്തിന് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറത്ത് പിന്നെ SNDP-ക്ക് കോളേജില്ല എന്നൊക്കെ. കള്ളക്കണക്ക് പറഞ്ഞതല്ലേ. 968-ൽ അവർക്ക് കോളേജ് കൊടുത്ത CH മുഹമ്മദ് കോയ സാഹിബാണ്. ഈ പിന്നെ 995-ൽ ഇദ്ദേഹം SNDP തലപ്പത്ത് വന്ന ശേഷം ഇവർക്ക് കൊയിലാണ്ടിയിലും പുൽപ്പള്ളിയിലും കോളേജ് കൊടുത്തത് ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്. 2002-ലും 2003-ലും പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ കാസർഗോഡും കോളേജ് കൊടുത്ത് ആനകത്ത് സൂപ്പി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്. ഇപ്പോൾ 10 വർഷമായി SNDP ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് എയ്ഡഡ് ആക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ട് അത് പരിഗണിക്കാൻ പോലും നിൽക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. ഞങ്ങൾ പറയുന്നു, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മുന്നോട്ട് വരാൻ ആവശ്യമായ ഏത് തരത്തിലുള്ള പിന്തുണയും സഹായവും നൽകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഈ വരാനിരിക്കുന്ന UDF-ന്റെ ഭരണസമിതിയും ആ രീതിയിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അർഹമായ ഉന്നമനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ തർക്കമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. നേരത്തെ ശ്രീ ഗോകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BDJS എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടന ആരുണ്ടാക്കിയതാണ്? അതിൽ അംഗങ്ങൾ ആരാണ്? അത് പ്രഖ്യാപിച്ചത് ആരാണ്? ഈ വെള്ളാപ്പള്ളി നടേശനല്ലേ. അത് BJP-ക്കൊപ്പം നിർത്തുന്നു. എന്നാൽ ഇപ്പുറത്ത് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ, പിണറായി വിജയൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ഇപ്പോൾ CPI-യുടെ ബിനോയ് വിശ്വം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതിൻ്റെ LDF-ലെ ഒരു രണ്ടാമത്തെ പ്രധാന കക്ഷിയെ തെറി പറഞ്ഞിട്ട് പോലും അക്ഷരം
അതിനെതിരെ പ്രതികരിക്കാതെ ഇന്നും ശ്രീ എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുകയാണ്. അല്ല, നിങ്ങൾ ചതിയൻ പറഞ്ഞു ചന്തു എന്ന് പരാമർശം പറഞ്ഞതാണോ? പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കാലിൽ കയറ്റി അദ്ദേഹത്തെ CPI വിളിച്ചത് തള്ളിക്കളഞ്ഞു. ശ്രീ എം ജയചന്ദ്രൻ അതോടൊപ്പം തന്നെ അതുകൊണ്ടായില്ലല്ലോ ശ്രീ ജയചന്ദ്രൻ അതുകൊണ്ടായില്ലല്ലോ ഞാൻ പറഞ്ഞ മതനിരപേക്ഷ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയാണ് നേതാക്കൾ. ലീഗിനെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ, മുസ്ലിം സമുദായത്തെ അല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. പഠിക്കാറായില്ലേ? CPI ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടും പഠിക്കാറായില്ലേ? വരാം, താങ്കളേക്ക് വരാം ജയേന്ദ്രൻ. ഈ പ്രശ്നം ഇത് എന്നോടാണോ ചോദ്യം മഞ്ജുഷേ? അതെ അതെ, ഈ പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ വെക്കാനുള്ള ഒരു സജഷൻ. കാരണം വളരെ ബോധപൂർവമായി തന്നെ ആണ് വെള്ളാപ്പള്ളി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഇപ്പോ ഗോകുമാർ സാർക്ക് വരാൻ പോകുന്ന ഇലക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അത്യന്തം നിർണായകമായേക്കാവുന്ന ഒരു സാമൂഹിക സമസ്യയെ മുമ്പോട്ടിടാനുള്ള വെള്ളാപ്പള്ളിയുടെ തീവ്രമായ പരിശ്രമവും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഇത് ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ രണ്ടാഴ്ച മുമ്പോ തുടങ്ങിയൊന്നും അല്ല. അതിന് തുടക്കമിട്ട് കൊടുത്തത് സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ് പശ്ചാത്തലം? ഇപ്പോ കഴിഞ്ഞ വർഷം 2025 ഏപ്രിലാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ചുങ്കത്തറയിൽ വിവാദ പ്രസ്താവന ഉണ്ടാകുന്ന വെള്ളാപ്പള്ളിയുടെ ആണല്ലോ, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും. അതിന്റെ പശ്ചാത്തലമുണ്ട്. ആ പറയുന്നതിന് എന്താണെന്നറിയാമോ? അതിനെ നമ്മൾ ബന്ധിപ്പിച്ച് കാണേണ്ടത് 5ാം മന്ത്രി വിവാദവുമായിട്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ പറയാൻ കാരണം 5ാം മന്ത്രി വിവാദം ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആണല്ലോ. 5ാം മന്ത്രി സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് 1ാം പിണറായി സർക്കാർ വരുന്നു. 1ാം പിണറായി സർക്കാർ വരുമ്പോ അന്ന് ലീഗ് MLA ആയിരുന്ന KN ഖാദർ 2019 ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ പ്രമേയത്തിൽ അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ വിസ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കണക്കുകളും ഒക്കെ നിരത്തി മലപ്പുറത്തിന് തിരൂർ ആസ്ഥാനമായി ഒരു പുതിയ ജില്ല അനുവദിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരനാണ്. അദ്ദേഹം രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്, സംസ്ഥാനത്ത് പുതിയ ജില്ല അനുവദിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല, അത്തരം തീരുമാനവുമില്ല. വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത്.